നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. മാപ്പിള കലാകേന്ദ്രം ഏർപ്പെടുത്തിയ ഒ അബു അനുസ്മരണവും അവാർഡ് ദാനവും തലശ്ശേരി പാർക്കോ റെസിഡൻസിയിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക സിനിമാ താരം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ട് രചയിതാവും ഗ്രന്ഥകാരനുമായ ഒ അബുവിന്റെ 44ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തലശ്ശേരി മാപ്പിള കലാകേന്ദ്രം അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. പ്രശസ്ത നാടക സിനിമാ താരം നിലമ്പൂർ ആയിഷ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നും വേണ്ടത് എന്താണ്? നമ്മളുടെ വളർന്നു വരുന്ന ചെറിയ കുട്ടികളെ 1, 2 എന്ന് എണ്ണാൻ പഠിച്ചാൽ, അതുപോലെ തന്നെ റാര എന്ന് പഠിച്ചാൽ അവിടുന്ന് തുടങ്ങണം നമ്മളുടെ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കാൻ. മനുഷ്യരെ സ്നേഹിക്കാനും അതോടൊപ്പം തന്നെ കലയെ സ്നേഹിക്കാനും കലയിലൂടെ മനുഷ്യനെ നന്നാക്കാനും ഇത് പറഞ്ഞു കൊടുത്താൽ ആ കുട്ടികൾക്ക് മനസ്സിലാവും. ഇന്നത്തെ ചെറിയ ചെറിയ കുട്ടികൾ ചില ഭാഗങ്ങളിൽ അവർ ചെയ്യുന്ന ഓരോരോ വേല കണ്ടാൽ, അവർ ചെയ്യുന്ന ഓരോരോ സംഭവങ്ങൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയും അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള അതിൻ്റെ ആ ഒരു പ്രാധാന്യം, ആ പ്രാധാന്യം കൊണ്ടാണ് അവരതൊക്കെ പഠിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വെറും പുസ്തകപ്പുഴുക്കളായിട്ട് ഇരുന്നാൽ മാത്രം പോരാ, നമുക്ക് ലോകം എന്താണെന്ന് അറിയണം. പഴയകാല മാപ്പിളപ്പാട്ട് ഗായകൻ എം വസന്തകുമാറിനാണ് ഈ തവണത്തെ അവാർഡ് ലഭിച്ചത്. ചടങ്ങിൽ മാപ്പിള കലാകേന്ദ്രം പ്രസിഡന്റ് പ്രൊഫസർ എ പി സുബൈർ അധ്യക്ഷത വഹിച്ചു. കലാകേന്ദ്രം സെക്രട്ടറി ഉസ്മാൻ പി വടക്കുംപാട് സ്വാഗതം പറഞ്ഞു. കേരള മാപ്പിള കലാ അക്കാദമി വൈസ് പ്രസിഡന്റ് ആർ കെ പൂവത്തിങ്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. മാപ്പിള കലാകേന്ദ്രം ജോയിന്റ് സെക്രട്ടറി ജാഫർ ജാസ് അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. ടി മുഴപ്പിലങ്ങാട്, എം എ ഗഫൂർ, അനീഷ് പാതിരിയാട്, സെൻസായി CS മുരളി, PM അഷ്റഫ്, കെ മുസ്തഫ, എ കെ ഇബ്രാഹിം, അലി വലിയടത്ത്, എം വസന്തകുമാർ, ബക്കർ തോട്ടുമൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ടി മുഴപ്പിലങ്ങാട്, ലത്തീഫ് കുഞ്ഞുപറമ്പ്, മൻസൂർ മാടമ്പ്രം, കെ മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സമഗ്ര ന്യൂസ്, തലശ്ശേരി.